remaining part of the lesson, diversity and discrimination. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിച്ചത്. നമ്മളിതിൻ്റെ തേർഡ് പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മെയിനായിട്ട് പറഞ്ഞ ടോപ്പിക്സ് ഡോക്ടർ B.R. അംബേദ്കറെ കുറിച്ച് ഇന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺ ബീയിങ് ഡിസ്ക്രിമിനേറ്റഡ് എഗൈൻസ്റ്റ് സ്ട്രീവിംഗ് ഫോർ ഇക്വാളിറ്റി. ഈ മൂന്ന് ടോപ്പിക്സാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമേ നമുക്ക് ഓൺ ബീയിങ് ഡിസ്ക്രിമിനേറ്റഡ് എഗൈൻസ്റ്റ്. ഓക്കെ, being discriminated against. People are engaged in different kinds of work like teaching, carpentry, pottery, weaving, fishing, farming, etc. അപ്പോൾ പലതരം ജോലികൾ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. ടീച്ചിങ്, കാർപ്പൻട്രി, അതുപോലെ ഫിഷിങ്. അപ്പോൾ പലതരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. However, certain kinds of works are valued more than others. അപ്പോൾ ചില വർക്ക്സിന് മറ്റു ചില വർക്കിനെക്കാട്ടിലും വാല്യൂ ഉണ്ട്. ഓക്കെ, ആക്ടിവിറ്റീസ് ലൈക്ക് ക്ലീനിങ്, വാഷിംഗ്, കട്ടിംഗ് ഹെയർ, പിക്കിംഗ് ഗാർബേജ് ആർ സീൻ ആസ് ടാസ്ക്സ് that are of less value and people who do this work are seen as dirty or impure. അപ്പം നമ്മൾ വിചാരിക്കും ചില ജോലികൾക്ക് കുറച്ച് വാല്യൂ ആണ് ഉള്ളത് എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ സത്യത്തിൽ അവരാരും ആ ജോലി ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? അതായത് ഗാർബേജ് കളക്ട് ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം അത് കളക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റേതായ വാല്യൂ ഉണ്ട്. അതുപോലെ ഈക്വൽ റെസ്പെക്റ്റും കൊടുക്കണം. ഓക്കെ, ദിസ് ബിലീവ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം. അപ്പം ഈ ബിലീഫ് തന്നെയാണ് ഈ കാസ്റ്റ് സിസ്റ്റത്തിലും ഉള്ളത്. Okay, in the caste system communities, groups of people were placed in a sort of ladder where each caste was either above or below the other. അപ്പോൾ ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർ, അതായത് ലാഡർ പോലെയാണെന്നാണ് പറയുന്നത് കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ ചില കാസ്റ്റ് മറ്റ് ചില കാസ്റ്റിനെക്കാട്ടും മുകളിലായിരിക്കും, എന്നാൽ ചിലത് താഴെയായിരിക്കും. ഓരോ കാസ്റ്റിനും ഓരോ വാല്യൂ കൊടുത്തിരിക്കുകയാണ്. ഇതിനെ അതുകൊണ്ടാണ് ഇവിടെ ലാഡർ എന്ന് സങ്കല്പിച്ചിരിക്കുന്നത്. ഓക്കെ, ദോസ് ഹു പ്ലേസ്ഡ് ദംസെൽസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി ലാഡർ കോൾഡ് ദംസെൽസ് അപ്പർ കാസ്റ്റ് ആൻഡ് ആസ് സുപ്പീരിയർ. ദ ഗ്രൂപ്പ്സ് ഹു വെയർ പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദി ലാഡർ വെയർ സീൻ ആസ് അൺവർത്തി ആൻഡ് കോൾഡ് അൺടച്ചബിൾസ്. അപ്പം ഏറ്റവും ടോപ്പിലുള്ളവരെ നമ്മൾ അപ്പർ കാസ്റ്റ് എന്ന് പറയുന്നു. മറ്റു ചില കാസ്റ്റിലെ കാട്ടിലും ഉയർന്നതാണ് അവർ അല്ലേ? അവർക്കൊരു സുപ്പീരിയോറിറ്റി ഉണ്ട് എന്നാണ് അവർ കരുതുന്നത്. ഏറ്റവും താഴെയുള്ളവരെ എന്താ പറയുന്നത്? അൺടച്ചബിലിറ്റീസ് എന്ന് പറയുന്നു. ഓക്കെ, അടുത്തേക്ക് ദളിത് ഈസ് എ ടേം ദാറ്റ് പീപ്പിൾ ബിലോങ്സ് ടു സോ കോൾഡ് ലോവർ കാസ്റ്റേഴ്സ് യൂസ് ടു അഡ്രസ് ദംസെൽസ്. അപ്പോൾ ദളിത് എന്ന് പറയുന്ന ലോവർ കാസ്റ്റായ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ടാണ് അല്ലേ? അതായത് അവർ ദേ പ്രിഫർ ദിസ് വേർഡ് ടു അൺടച്ചബിൾ. അവരെ അൺടച്ചബിൾ എന്ന് പറയുന്നു. ഓക്കെ, ദളിത് മീൻസ് ദോസ് ഹു ഹാവ് ബീൻ ബ്രോക്കൺ. ദളിതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ എന്നാണ്. ദിസ് വേർഡ്സ് അക്കോർഡിംഗ് ടു ദളിത് ഷോസ് ഹൗ സോഷ്യൽ പ്രെജുഡീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഹാവ് ബ്രോക്കൺ ദ ദളിത് പീപ്പിൾ. ദ ഗവൺമെൻറ് റെഫേഴ്സ് ടു ദിസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആസ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഇപ്പോൾ സോഷ്യൽ പ്രെജുഡീസ് എന്ന് പറയുന്നത് എന്താണ്? ജഡ്ജ്മെൻറ്റ് അല്ലേ? ഇത് കാരണം ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നതിനാണ് അവർ സ്വയം ബ്രോക്കൺ എന്ന് പറയുന്നത്. ഇവരെ ഗവൺമെൻറ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നാണ് പറയുന്നത്, SC എന്നാണ് പറയുന്നത്. ഓക്കെ, കാസ്റ്റ് റൂൾസ് വെയർ സെറ്റ് വിച്ച് ഡിഡ് നോട്ട് അലോ ദ സോ കോൾഡ് അൺടച്ചബിൾസ്. അപ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് ജാതിപരമായ വർക്ക് അല്ലാതെ മറ്റു വർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, സം ഗ്രൂപ്പ്സ് വെയർ ഫോഴ്സ്ഡ് ടു പിക്ക് ഗാർബേജ് ആൻഡ് റിമൂവ് ഡെഡ് ആനിമൽസ് ഫ്രം ദ വില്ലേജ്. അപ്പോൾ ഈ ഗാർബേജ് കളക്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്നവർ അവർക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഡെഡ് ആനിമൽ പിന്നെ റിമൂവ് ചെയ്യുന്നവർക്ക് അവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ദേ വെയർ നോട്ട് അലൗഡ് ടു എൻ്റർ ദ ഹോംസ് ഓഫ് ദി അപ്പർ കാസ്റ്റസ് ഓർ take water from the village well or even enter temple.
their children could not sit next to children of other castes in school. അപ്പോൾ ഈ അപ്പർ കാസ്റ്റിൻ്റെ വീട്ടിൽ ഈ ലോവർ കാസ്റ്റുകാർ ചെല്ലാൻ പറ്റത്തില്ല. അതുപോലെ പബ്ലിക് വെല്ലിൽ നിന്ന് വെള്ളം കോരാൻ പറ്റത്തില്ല, അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല. ഇതൊക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത് അല്ലേ. ഇവരുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഉയർന്ന ജാതിയിലുള്ള കുട്ടികളുടെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഓക്കെ, ദസ് അപ്പർ കാസ്റ്റ് ആക്റ്റഡ് ഇൻ വേസ് which did not give the so-called untouchables the same right as they enjoyed. അപ്പോൾ ഇവരെ അൺടച്ചബിൾ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, ഡോക്ടർ ഭീംറാവ് അംബേദ്കർ, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ലീഡർ ഓഫ് ഇന്ത്യ, shares his first experience of caste-based discrimination, which took place in 1901. When he was just 9 years old, he had gone with his brother and cousins to meet his father in Koregaon, which is now in Maharashtra. അപ്പോൾ ഇവിടെ ഒരു കഥ പറയുന്നുണ്ട്. ഡോക്ടർ ഭീംറാവ് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസായ ഒരു സ്റ്റോറി പോലെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാസ്റ്റിൻ്റെ ബേസിലുള്ളതാണ്. ഡിസ്ക്രിമിനേഷൻ അദ്ദേഹം ഫേസ് ചെയ്ത കാര്യമാണ് പറയുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഫാദർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1901 അദ്ദേഹത്തിന് 9 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദറും കസിനും എല്ലാം ചേർന്ന് മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കാണാനായിട്ട് പോയി. ഒരു ജേർണി ആയിരുന്നു അല്ലേ. ആ ജേർണിയിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവരെല്ലാവരും അച്ഛൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അച്ഛൻ്റെ ആളുകൾ ആരും വന്നില്ല, ഇവരെ കൊണ്ടുപോകാനായിട്ട് അച്ഛനും വന്നില്ല. അപ്പോൾ അവരവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. കുറേ നേരം നിന്നപ്പോഴത്തേക്കിന് സ്റ്റേഷൻ മാസ്റ്റർ ഇത് കണ്ടു. അപ്പോൾ ഇവർ നല്ല വെൽ ഡ്രസ്സ് ചെയ്താണ് നിൽക്കുന്നത്, നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ വിചാരിച്ച് ഇവർ ബ്രാഹ്മൺസ് കുട്ടികളാണെന്ന് വിചാരിച്ച് ഇവരോട് സംസാരിച്ചു, ടച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം സ്റ്റേഷൻ മാസ്റ്റർ ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവർ മഹർ എന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞു. മഹർ എന്നത് ലോവർ കാസ്റ്റ് ആണ് അല്ലേ, അൺടച്ചബിലിറ്റി. അപ്പോൾ അതുവരെ സംസാരിച്ച സ്റ്റേഷൻ മാസ്റ്റർ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയി. കുറേ നേരം നിന്നിട്ടും ആരും വന്നില്ല അല്ലേ. കുറേ കഴിഞ്ഞപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ തന്നെ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾക്കൊരു ബുള്ളോ കാർട്ട് അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ബുള്ളോ കാർട്ട് നോക്കിയപ്പോൾ ആൾക്കാർ ആരും അവരെ കയറ്റാൻ തയ്യാറായില്ല. എക്സ്ട്രാ കൂലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവരെ വണ്ടിയിൽ കയറ്റാൻ തയ്യാറായില്ല. ഇവർ ലോവർ കാസ്റ്റിൽ പെട്ട ആളുകളായതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. ഇതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഫേസ് ചെയ്ത ഡിസ്ക്രിമിനേഷൻ്റെ എക്സ്പീരിയൻസ്. ഓക്കെ, ഡോക്ടർ ബി ആർ അംബേദ്കർ is considered the father of the Indian Constitution and is also the best known leader of the Dalit. ഇപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഫാദർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ദളിതിൻ്റെ റൈറ്റിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയായിരുന്നു. ഡോക്ടർ അംബേദ്കർ ഫോട്ട് ഫോർ ദ റൈറ്റ് ഓഫ് ദ ദളിത് കമ്മ്യൂണിറ്റി. ഹി വാസ് ബോൺ ഇൻ ദി മഹർ കാസ്റ്റ്. അദ്ദേഹം മഹർ കാസ്റ്റിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, അതായത് അൺടച്ചബിൾ, വിച്ച് വാസ് കൺസിഡേർഡ് അൺടച്ചബിൾ. The Mahar were poor, owned no land, and children born to them also had to do the work their parents did. They lived in spaces outside the main village and were not allowed in the village. അപ്പോൾ അദ്ദേഹം ലോവർ കാസ്റ്റിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, അതായത് മഹർ കാസ്റ്റിൽപ്പെട്ടതായിരുന്നു. അപ്പോൾ ഈ മഹർ കാസ്റ്റിൽപ്പെട്ടവരെന്ന് പറയുന്നത് പാവങ്ങളാണ്. അവർക്ക് അവരുടെ കാസ്റ്റിൽപ്പെട്ട ജോലി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവർ വില്ലേജിലല്ലായിരുന്നു താമസിച്ചിരുന്നത്, വില്ലേജിന് പുറത്തായിരുന്നു താമസിച്ചിരുന്നത്. വില്ലേജിൽ പ്രവേശിക്കാൻ ഇവർക്ക് പറ്റത്തില്ലായിരുന്നു. ഓക്കെ, ഡോക്ടർ അംബേദ്കർ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഫ്രം ഹിസ് കാസ്റ്റ് ഹു കംപ്ലീറ്റഡ് ഹിസ് കോളേജ് എഡ്യൂക്കേഷൻ ആൻഡ് വെൻ ടു ഇംഗ്ലണ്ട് ടു ബിക്കം എ ലോയർ. അപ്പോൾ അദ്ദേഹം കോളേജ് എഡ്യൂക്കേഷൻ നേടുകയും അതുപോലെ തന്നെ ലോ നിയമം പഠിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തു. ആദ്യത്തെ ആളാണ് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട് കോളേജിൽ വിദ്യാഭ്യാസം നേടിയതും നല്ല നിയമം പഠിക്കുകയൊക്കെ ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ലോയറായിരുന്നു അല്ലേ, വക്കീലും. ഹി
എൻകറേജ് ദളിത് ടു സെൻഡ് ദെയർ ചിൽഡ്രൻ ടു സ്കൂൾ ആൻഡ് കോളേജ്. അദ്ദേഹം ദളിതിനോട് പറഞ്ഞ എല്ലാ കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കണമെന്നല്ലേ. അതുപോലെ തന്നെ അവർക്ക് അമ്പലങ്ങളിലൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു. He led many effort of a Dalit to gain entry into temples. Later in life, he covered to Buddhism in his search for a religion that treated all members equally. അതുപോലെ തന്നെ അമ്പലത്തിൽ നിന്ന് കയറാൻ പറ്റത്തില്ലായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾസൊക്കെ നടത്തിയിരുന്നു. ഇത് എത്രമാത്രം വേദനാജനകമായ ഒന്നാണല്ലേ. ഈ താഴ്ന്ന ഈ ദളിത് ആളുകൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല, സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ അവർക്ക് വെല്ലിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി ഡിസ്ക്രിമിനേഷൻ പണ്ടുകാലത്ത് നിലനിന്നിരുന്നു. ഡോക്ടർ അംബേദ്കർ അപ്പം ഇതിനെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ അംബേദ്കർ. ഓക്കെ, ഇമാജിൻ ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് വുഡ് ബി if people could not move easily from one place to other. അപ്പം ഇവർ ഹൗ ഇൻസൾട്ടിങ് ആൻഡ് ഹേർട്ട്ഫുൾ ഇറ്റ് ഈസ് ടു ഹൗ പീപ്പിൾ മൂവ് എവേ, റെഫ്യൂസ് ടു ടച്ച് യു ഓർ അലോ യു ടു ഡ്രിങ്ക് വാട്ടർ ഫ്രം ദി സെയിം സോഴ്സസ് ആസ് ദേ ഡു. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം വേദനാജനകമായ കാര്യമാണല്ലേ. അപ്പോൾ ഇവർക്ക് വെല്ലിൽ നിന്നും വെള്ളമൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ അതെല്ലാം അവർ ഫേസ് ചെയ്ത കാര്യമാണ്. അപ്പം നമുക്കാണ് ഇതുപോലെ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ നമ്മൾ എന്തുമാത്രം വേദനിക്കുമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം. ദിസ് സ്മോൾ ഇൻസിഡൻസ് ഷോസ് ഹൗ എ സിമ്പിൾ ടാസ്ക് ഓഫ് ഗോയിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ എ കാർട്ട് വാസ് നോട്ട് അവൈലബിൾ ടു ദ ചിൽഡ്രൻ. ഇത് തന്നെ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളിപ്പോൾ പഠിച്ചത് ഈ കുട്ടികൾ ഇരട്ടി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കാസ്റ്റിൻ്റെ ബേസിസിൽ ഇവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ കൊണ്ട് അവരുടെ ഫ്രീഡം റൈറ്റൊക്കെ തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അവരുടെ ഡിഗ്നിറ്റിയും ഈ ഫ്രീഡം റൈറ്റും തട്ടിത്തെറിപ്പിക്കുക മാത്രമല്ല, അവരുടെ ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും ഒക്കെ ഇല്ലാതാക്കിയാണ് ചെയ്തത്. ഓക്കെ, ഇറ്റ് ഓൾസോ ഡിനൈസ് ദം ദി റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി given to others. Striving for equality. The struggle for freedom from British rule also includes within it the struggle of large groups of people who not only fought against the British but also fought to be treated more equally. ഇപ്പം നമ്മുടെ രാജ്യത്തുണ്ടായ ഫേമസ് സ്ട്രഗിൾ നമ്മൾ വിചാരിക്കുന്ന ഏതാണ്? ഈ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഫ്രീഡം ഫൈറ്റ് ആണ് അല്ലേ. പക്ഷേ ഒരുപാട് സ്ട്രഗിൾസ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയൊക്കെയാണ് നടന്നത്? ഈക്വാളിറ്റിക്ക് വേണ്ടിയും, അതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു പണ്ട്. അതിനൊക്കെ എതിരെയായിട്ട് വുമൺസ് ഡിമാൻഡഡ് ദാറ്റ് ദേ ഷുഡ് ഹാവ് ആസ് മച്ച് എ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആസ് മെൻ ഡിഡ്. അപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കൊടുക്കുന്ന പോലെയുള്ള എഡ്യൂക്കേഷൻ ഒന്നും അന്ന് ലഭിച്ചിരുന്നില്ല. അതിനൊക്കെ എതിരായിട്ട് സ്ട്രഗിൾസ് ഉണ്ടായി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പെസൻസ് ആൻഡ് ട്രൈബൽസ് ഫോർ എ റിലീസ് ദംസെൽസ് ഫ്രം ദി ഗ്രാസ്പ് ഓഫ് ദ മണി ലെൻഡേഴ്സ് ആൻഡ് ദ ഹൈ ഇൻട്രസ്റ്റ് ദേ വർ ചാർജ്ഡ്. അപ്പോൾ ഈ മണി ലെൻഡേഴ്സിൽ നിന്ന് പൈസ കടം വാങ്ങിക്കുന്നവരുണ്ട് അല്ലേ, ഈ ട്രൈബ്സും ഒക്കെ, അവരൊക്കെ പലിശകൾ ധാരാളമായിട്ടും അതിനെതിരെയായിട്ടൊക്കെ സ്ട്രഗിൾസും നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഓക്കെ.